ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ കാലത്ത് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ ഓണം സെലിബ്രേഷൻ ആ ഓണമാക്കി ടീമുകൾക്ക് മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ട് പോകണം. ഞാനൊക്കെ എത്തുമ്പോഴേക്കും ടീമുകൾ പൂക്കളത്തിനുള്ള ഡിസൈൻ ഒക്കെ വരച്ചു തുടങ്ങി. ഒരു സൈഡിലായിട്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ പൂക്കൾ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പനെ നമുക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ ഫുഡ് അടി തുടങ്ങിയിട്ട് നമ്മൾ പരിപാടി തുടങ്ങി. കാർണിവലിലുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും സാമും കൂടിയിട്ട് പോണേട്ടാ കടയിലേക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ ടീമുകളുടെയും പൂക്കളിട്ട് കഴിഞ്ഞ് ഇനി സെലക്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത പരിപാടി നമ്മുടെ ചേച്ചിമാരുടെ തിരുവാതിരക്കളിയാ ബാക്ക് സപ്പോർട്ടിന്. അപ്പൊ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ കാർണിവലിലുള്ള ഓരോരോ കഥാപാത്രങ്ങളായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അഭിനയങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരു സൈഡിലായിട്ട്. കാർണിവൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്ര പരിപാടി ഉഷാറൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ എല്ലാവരും കലക്കിണ്ടായിരുന്നു. കാർണിവലിൽ ആരും ചെയ്യാത്ത പരിപാടി കേട്ടോ. അപ്പൊ നമ്മുടെ അച്ചു ശ്യാമും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നേ. കാർണിവലിന്റെ പരിപാടി കഴിഞ്ഞ പിന്നെ സമ്മാനം തന്നെ കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം കാർണിവൽ ഫസ്റ്റ് എയ്ഡ് ചേച്ചിക്ക് കേട്ടാ. അത് കഴിഞ്ഞപ്പോ ടീമുകൾക്ക് നമ്മുടെ വണ്ടി കാണിച്ചു കൊടുക്കാൻ വന്നേക്കാ. അത് കഴിഞ്ഞപ്പോ നേരെ ഫുഡ് അടിക്കാൻ കയറി. പപ്പടം കിട്ടാത്തതിനായിട്ട് അപ്പൊ നമ്മുടെ ശ്യാമ ചിക്കൻ തിരക്കുണ്ടാക്കണേ. പപ്പടം കിട്ടിയതിന്റെ സന്തോഷത്തിലാട്ടോ നമ്മുടെ ശ്യാമ്. ഫുഡ് അടി കഴിഞ്ഞ് നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ട് ഡാൻസ് ബാക്ക് സപ്പോർട്ട്. അപ്പൊ നമ്മളൊരു കുറവും വരച്ചില്ല, നമ്മളും തുടങ്ങി അങ്ങോട്ട്. മാവേലിയൊക്കെ ഇപ്പൊ ഫുൾ പവറിലാട്ടോ വന്നേക്കണേ. പ്രാവശ്യം നമ്മുടെ ഓണം കൊണ്ട് നമ്മുടെ സായു ചേട്ടൻ തന്നെ വെറൈറ്റി സ്റ്റെപ്പോടെ വരണ്ടായിരുന്നപ്പോ. പപ്പടം കിട്ടിയ കാരണം ശ്യാമണ്ണന്റെ ഉഷാർ ഇതുവരെ പോയിട്ടില്ല. ഡാൻസ് കഴിഞ്ഞപ്പോ പിന്നെ ഗെയിംസിന്റെ പരിപാടികൾ തുടങ്ങി. ആ സമയം നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയിണ്ടായിരുന്നു. ചായയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കളി മാറാത്തൊരു ചെക്കനെ കണ്ടില്ല ഇപ്പോഴും. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി കൊടിയൊക്കെ ഇറക്കിണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടീമിന്റെ. തോട്ടെങ്കിലും ഇപ്പൊ എന്താ കൊടി വീശിയില്ലേ നമ്മള്. തോട്ടന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്ത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.